വരുമ്പോൾ ഭയങ്കര ബഹളവും എന്ന് വെച്ചാൽ അവൻ അമിതമായ അപ്പോൾ പെരുമാറ്റ വൈകല്യം അമിതമായ കുസൃതി കാണിക്കുന്നുണ്ട്. പിന്നെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ അപകടത്തിനോട് അതിനെ കുറിച്ചുള്ള ബോധമില്ല. പിന്നെ ഇച്ചിരി പേടിയൊന്നും ഇതില്. കൂടുതൽ പേടിയെന്നല്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം ഒന്ന് ശരിക്കും ഒന്ന് പഠിച്ചതിന് ശേഷമേ അതുമായിട്ട് ആ സിറ്റുവേഷനുമായിട്ട് ഇറങ്ങി വരുത്തുള്ളൂ. അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇരുട്ടിനോട് ഇച്ചിരി പേടി കൂടുതലുണ്ട്. ഇരുട്ടിനാണ് പ്രത്യേക സ്ഥലങ്ങളോട് പേടി. ഇപ്പൊ രാത്രി ആണെങ്കിലും ലൈറ്റിട്ടേ കിടക്കത്തുള്ളൂ, അല്ലാതെ രാത്രി കിടക്കത്തുള്ളൂ. ഇരുട്ട് പേടിയാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ ഇപ്പോൾ സ്കൂളിൽ ചേർത്തോ? സ്കൂളിൽ ചേർത്ത്. എത്രാം ക്ലാസ്സിലാണ്? ഞാൻ 1ാം ക്ലാസ്സിലാണ്. 1ാം ക്ലാസ്. പഠിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? പഠിക്കുന്നതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ എന്തെങ്കിലും പ്രത്യേക പരാതികളോ എന്തെങ്കിലും? അങ്ങനെയുള്ളതൊന്നുമില്ല. പഠിക്കാൻ ശ്രദ്ധയില്ല. പക്ഷെ ശ്രദ്ധയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എഴുതാന്ന് പറഞ്ഞാൽ ഇപ്പം പെൻസിലൊക്കെ പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ. എന്നാലും നമ്മളിപ്പം കളറൊക്കെ ചെയ്ത് ഒരു പുതിയൊരു സംഭവം ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യും. പിന്നെ ഒന്നും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് ഓർമ്മ. അതേ കണക്ക് തന്നെ അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ എഴുതാൻ തുടങ്ങിയപ്പം ആദ്യം ഒരു റായൊക്കെ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ കളർ പെൻസിലൊക്കെ കൊണ്ടൊക്കെ എഴുതി അതിൻ്റെ പുറത്തൂടൊക്കെ എഴുതിച്ച് ആദ്യം 1-2 വെച്ച് നേരമൊക്കെ നമ്മളെ ശ്രദ്ധിച്ചിരിക്കും. പിന്നീട് അത് കഴിയുമ്പോൾ അശ്രദ്ധയും മാറും. അതേ കണക്ക് പിന്നെ ഓർമ്മ ഉണ്ടോന്ന് പടങ്ങളൊക്കെ നല്ല പടങ്ങളാണ് ഓർമ്മ. എഴുത്തിനെക്കാളും പടങ്ങളോടാണ് അതേപോലെ തന്നെ ഏതെങ്കിലും സാധനങ്ങൾ ഇപ്പൊ അടുക്കി വെച്ചേക്കുന്നതിനകത്ത് ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാലും അത് നന്നായിട്ട് അറിയാം. അത് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഓർഡർ അനുസരിച്ച് അവരെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ ഓർഡർ തെറ്റി കഴിഞ്ഞാൽ ഓർഡറിനകത്ത് ഏതെങ്കിലും ഒന്ന് അവൻ കണ്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. പിന്നെ എന്തെങ്കിലും ശബ്ദത്തിനോടോ എന്തെങ്കിലും സ്പർശനത്തിനോടോ സ്മെല്ലിനോടോ എന്തെങ്കിലും അമിതമായി പ്രതികരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? സ്മെല്ലിനോടധികം അങ്ങനെയുള്ള മിക്സിയുടെ സൗണ്ടോ? സൗണ്ടിനോട് പ്രശ്നങ്ങളില്ല. സൗണ്ടിനോട് പ്രശ്നങ്ങളില്ല. ഓട്ടിസം എന്താണെന്നും ഓട്ടിസത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ എന്നിവയെ പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഓട്ടിസം എങ്ങനെ ചികിത്സിക്കാം, എന്തൊക്കെയാണ് ഓട്ടിസത്തിന്റെ ചികിത്സാ രീതികൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിലെ ബിഹേവിയർ പീഡിയാട്രിക്സ് യൂണിറ്റിലെ ചീഫായ ഡോക്ടർ R. ജയപ്രകാശ് സാർ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓട്ടിസം എന്ന വാക്കിനർത്ഥം യാഥാർത്ഥ്യ ലോകത്തു നിന്ന് പിൻവാങ്ങി ആന്തരികമായ സ്വപ്ന ലോകത്ത് വിഹരിക്കുന്ന ഒരവസ്ഥയാണ് ഓട്ടിസം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പ്രധാനമായും 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, കുട്ടികളുടെ സംസാരശേഷി ഒട്ടുമേ വികസിച്ചു വരത്തില്ല പ്രായത്തിനനുസൃതമായ തരത്തിൽ. 2, അവർക്ക് പരിസരവും ചുറ്റുവട്ടവും ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുമായിട്ട് അച്ഛനമ്മമാരുമായിട്ടൊക്കെ പരസ്പര പൂരകമായ തരത്തിൽ ആശയവിനിമയം നടത്തുക, സാമൂഹികമായി ഇടപെടുക, ഇത്തരത്തിലുള്ള സാമൂഹിക ശേഷിയിൽ കുറവായിരിക്കും. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ചിരിക്കുമ്പോൾ തിരിച്ചു നോക്കി ചിരിക്കുന്നില്ല, വിളിച്ചാമ്പൊന്നും നോക്കുന്നില്ല. ഇങ്ങനെയുള്ള റെസിപ്രോക്കൽ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയും. സാമൂഹികമായ ശേഷി കുറവായിരിക്കും. വിളിച്ചാമ്പൊന്നും നോക്കുന്നേ ഉണ്ടാകത്തില്ല. മിക്കവാറും കുട്ടിക്ക് കേൾവി കുറവായിട്ടായിരുന്നു സംശയിക്കുന്നത്. 3ാമത്തെ ഒരു പ്രത്യേകത, അവർ നിരന്തരമായ ചില പ്രവർത്തനങ്ങളെ ചേഷ്ടകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ശബ്ദങ്ങളായിരിക്കും, ചേഷ്ടകളായിരിക്കും, മാംഗ്യങ്ങളായിരിക്കും, പട്ടത്തിൽ കറങ്ങുക, അങ്ങനെയുള്ള നിരന്തരമായ സ്ഥിരമായ ചേഷ്ടകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ 3 ലക്ഷണങ്ങളുള്ള കുട്ടികൾ നമ്മൾ ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി പരിഗണിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം ലക്ഷണങ്ങൾ 3 വയസ്സിനുള്ളിൽ തന്നെ പ്രകടമാവുകയും 3 വയസ്സിന് ശേഷം ഇത്തരം സ്വഭാവ രീതികൾ തന്നെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഓട്ടിസം ഉള്ളതായി സാങ്കേതികമായി നിർവഹിക്കുകയും ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഓട്ടിസമുള്ള കുട്ടികളുടെ പൊതുവിലൊരു കണക്ക് പറയുന്നത്, ആഗോളതലത്തിൽ പറയുന്നത്, ഏകദേശം 1000 കുട്ടികളെ എടുത്ത് നോക്കിയാൽ 1-2 കുട്ടികൾ 1 to 2 per 1000 എന്നാണ്. പിന്നെ ഓട്ടിസത്തിൻ്റെ ചില വേരിയൻസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു 6 കുട്ടികൾ വരെ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയും. അങ്ങനെ 6 കുട്ടികൾ, 1000-ന് 6 കുട്ടികൾ വരെ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ ഉള്ളവരായി കാണാൻ സാധിക്കും. ആൺകുട്ടികളിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതലുണ്ടാകുന്നത്. 4:1 റേഷ്യോയിൽ ആൺകുട്ടികളിൽ കൂടുതലായി. അപ്പോൾ ഇങ്ങനെയുള്ള ഓട്ടിസമുള്ള കുട്ടികളെ നമുക്ക് വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കേൾവി ശേഷി ഉണ്ടാകുന്നുള്ളതനുസരിച്ച് നോക്കേണ്ടതുണ്ട്. മറ്റിതര രോഗങ്ങൾ, തൈറോയ്ഡ് അടക്കമുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് അടക്കം ഉണ്ടാകുന്നുള്ളതിനെക്കുറിച്ച് വിലയിരുത്തി നോക്കേണ്ടതുണ്ട്. ബുദ്ധിശക്തി വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ വിശദമായ ഒരു വിലയിരുത്തലിലൂടെ നമുക്ക് മറ്റിതര രോഗങ്ങൾ, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, മറ്റിതര
വിലയിരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഓട്ടിസത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ മാനേജ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പരിശീലന ചികിത്സയാണ് തെറാപ്പി. അപ്പോൾ പരിശീലന ചികിത്സയാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടി വരുന്നത്. മരുന്ന് ചികിത്സ ഓട്ടിസമുള്ള കുട്ടിയിൽ മരുന്ന് ചികിത്സ പ്രധാനമായും പരിമിതമാണ്. കൃത്യമായി പറഞ്ഞാൽ ഓട്ടിസത്തിന് ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് ഓട്ടിസം മാറ്റാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഓട്ടിസം ഉള്ള ഒരു കുട്ടിയിൽ 3 അവസരങ്ങൾ മരുന്നിന് വേണ്ടി വരും. ഒന്ന്, വളരെ തീവ്രമായ ഹൈപ്പർ ആക്ടിവിറ്റി, ഒട്ടും അടങ്ങിയിരിക്കാത്ത സ്വഭാവ രീതിയിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി. 2, വളരെ തീവ്രമായ സ്വയം ആക്രമണ ശേഷി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കണം. ചില കുട്ടികൾക്ക് നിരന്തരമായ ആവർത്തിച്ചിട്ടുള്ള തലയിട്ടിടി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, അങ്ങനെ തീവ്രമായ ആക്രമണ ശേഷി സ്വഭാവം. 3, ചില കുട്ടികളിൽ അവസ്മാര രോഗം ഉണ്ടാകും. അവസ്മാര രോഗം ഉണ്ടെങ്കിൽ അവസ്മാര രോഗത്തിന് മരുന്ന് കൊടുക്കും. അപ്പോൾ അവസ്മാര രോഗമാണെന്നുണ്ടെങ്കിലും ആക്രമണ സ്വഭാവമാണെന്നുണ്ടെങ്കിലും ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലുള്ള കുട്ടികളിൽ മാത്രമാണ് മരുന്ന് ചികിത്സ വേണ്ടി വരുന്നത്. ഇപ്പോൾ പ്രധാനമായും പരിശീലന ചികിത്സ അല്ലെങ്കിൽ തെറാപ്പി എന്ന് പറയും. അതിൽ പല തരത്തിലുള്ള, ഒന്ന്, നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും സ്വന്തമായ ശേഷികളുണ്ടോ, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, തനിയെ ആഹാരം കഴിക്കുന്നു, തനിയെ വസ്ത്രം ധരിക്കുന്നു, അങ്ങനെ ദൈനംദിനമായ പരിപാലനങ്ങൾ, ദൈനംദിനമായ സ്വയം പരിപാലന ശേഷികൾ, സെൽഫ് ഹെൽപ്പ് സ്കിൽസ് എന്ന് പറയും. ദൈനംദിനമായ സ്വയം പരിപാലന ശേഷികൾ കുട്ടിക്കുണ്ടോ എന്നുള്ളതാണ് ആദ്യം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കുട്ടിക്ക് ദൈനംദിനമായ സ്വയം പരിപാലന ശേഷികളില്ലെങ്കിൽ, ഇപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടി സ്വയം പല്ല് തേക്കുന്നില്ല, സ്വയം കുളിക്കുന്നില്ല, സ്വയം ദേഹം കഴുകുന്നില്ല, മോശം പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയം കഴുകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ശേഷികൾ, സ്വയം പരിപാലന ശേഷികൾ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം. എല്ലാ പരിശീലന പ്രവർത്തനങ്ങളിലും നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത് അമ്മയെയാണ്. അമ്മയെ കൊണ്ട് കുട്ടിയെ പരിശീലിപ്പിക്കുക. ഒരു തെറാപ്പിസ്റ്റ് പ്രധാനമായി അമ്മയ്ക്ക് പരിശീലനം കൊടുക്കുകയും നിരന്തരമായി അമ്മയുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് നിശ്ചിത കാലയളവിനുള്ളിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയും അങ്ങനെ അമ്മയ്ക്ക് പരിശീലനം കൊടുത്ത് അമ്മ കുട്ടിയെ പരിശീലിപ്പിക്കുന്നതാണ് ഒരു പ്രായോഗികമായ സമീപനം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നടന്നു പോകും. അമ്മ എപ്പോഴും കുട്ടിയോടുള്ളത് കൊണ്ട് അമ്മയ്ക്ക് പരിശീലിപ്പിക്കാനായിട്ട് കുട്ടിയെ വേഗത്തിൽ കഴിയുന്നതാണ്. ഈ സ്വയം പരിപാലന ശേഷികൾ നമ്മൾ വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടിക്ക് ഏതൊക്കെയാണ് സ്വയം പരിപാലന ശേഷികളുള്ളത്. ചില അമ്മമാർ പറയാൻ 5 വയസ്സുണ്ട്, തനിയെ നിക്കർ ഊരിയാക്കിയും അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ കഴിയുള്ളൂ, അല്ലെങ്കിൽ പല്ല് തേക്കുന്നത്. അപ്പോൾ ഓരോ സ്വയം പരിപാലന ശേഷികൾ ഏതൊക്കെയാണ് കുട്ടിക്ക് ഇല്ലാത്തതെന്ന് ആദ്യ വിഷയത്തിൽ തന്നെ ലിസ്റ്റ് ചെയ്യുകയും അത് ഓരോന്നും എടുത്തിട്ടിപ്പം പല്ല് തേക്കാനുള്ള ഒരു കുട്ടിക്ക് ആ പല്ല് തേക്കുന്ന പ്രക്രിയ തന്നെ വിവിധ കമ്പണൻസ് ആയിട്ട് തിരിച്ച്, വിവിധ സ്റ്റെപ്സ് ആയിട്ട് തിരിച്ച് പേസ്റ്റ് എടുക്കുന്നു, ബ്രഷ് എടുക്കുന്നു, ബ്രഷിൽ പേസ്റ്റ് തേക്കുന്നു, കുട്ടിയുടെ കയ്യിൽ പിടിപ്പിക്കുന്നു, കുട്ടിയുടെ കയ്യിൽ അമ്മ പിടിക്കുന്നു, അങ്ങനെ ഇടയ്ക്ക് തേക്കുന്ന ആക്ഷൻ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നു. കൂട്ടത്തിൽ അമ്മയുടെ പല്ല് തേക്കുന്നു. പല്ല് തേക്കുന്നത് ശബ്ദമൊക്കെ കേൾപ്പിച്ച് കുട്ടിയെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ കുട്ടിയെ ശ്രദ്ധ ആകർഷിച്ച് കുട്ടിച്ച് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ നിരന്തരമായി ഒരു മാസമൊക്കെ എടുത്തുകൊണ്ട് പല്ല് തേക്കുന്ന മാത്രം പരിശീലനം കൂടെ അവസാനം 1 മാസമൊക്കെ എടുക്കുന്ന ഒരു കുട്ടി സ്വയം പല്ല് തേക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക്. അങ്ങനെ ഇതുപോലെ ഓരോ പ്രവർത്തനങ്ങളും ദൈനംദിനമായ സ്വയം പരിപാലന ശേഷികൾ ഓരോന്നും എടുത്തിട്ട് കുട്ടിക്കില്ലാത്തത് ലിസ്റ്റ് ചെയ്തിട്ട് അത് ഓരോന്നും എടുത്ത് ഒരു സ്കില്ല് ഒരു സമയത്ത് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയമായി. നിരന്തരമായ അടുത്തടുത്ത മാസങ്ങളിൽ അമ്മയെ വീണ്ടും കാണുമ്പോൾ അമ്മയ്ക്ക് വീണ്ടും സപ്പോർട്ട് കൊടുത്ത് ബാക്കിയുള്ള കറക്ഷൻസ് ചെയ്ത് വീണ്ടും വീണ്ടും ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വഴി സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഈ ദൈനംദിന സ്വയം പരിപാലന ശേഷികൾ ശീലിപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് കഴിയും. അതാണ് സെൽഫ് ഹെൽപ്പ് സ്കിൽ ട്രെയിനിങ് എന്നത്. ഓട്ടിസം കുട്ടികളിലെ പെരുമാറ്റ വൈകല്യങ്ങൾ ഒരു പരിശീലകൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണയായി നമ്മൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ അമ്മയാണ് നമ്മൾ പരിശീലകനായിട്ട് ഉപയോഗിക്കുന്നത്. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അതായത് സ്വന്തമായി കുളിക്കുവാനോ പല്ല് തേക്കുവാനോ ബാത്റൂമിൽ പോകുവാനോ ഒന്നും തന്നെ ഓട്ടിസമുള്ള കുട്ടികൾക്ക് സാധിക്കാറില്ല. ഭക്ഷണം തനിയെ കഴിക്കാൻ പോലും അവർ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ മാറ്റുന്നതിന് നമ്മൾ ആദ്യമായി ഒരു പട്ടിക തയ്യാറാക്കുക. അതായത് രാവിലെ ഉണർന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ കുട്ടി എന്തൊക്കെ ചെയ്യണം. ഒരു ഉദാഹരണത്തിന് നമുക്കിത് നോക്കാം. അതായത് ഈ പട്ടികയിൽ രാവിലെ ഉണർന്നത് മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ഉദാഹരണത്തിന് ബ്രഷ്, പേസ്റ്റ്, ബക്കറ്റ്, സോപ്പ്,
തോർത്ത്, ഗ്ലാസ് പ്ലേറ്റ്. ഇത് രാവിലത്തെ കാര്യങ്ങളാണ്. ഈ രാവിലത്തെ കാര്യങ്ങളിൽ ഇതിൻ്റെ കൂടെ തന്നെ പടങ്ങളും കൂടി ഉൾപ്പെടുത്തുക. ഈ കുട്ടികൾക്ക് പടങ്ങൾ ഓർത്തിരിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രഷിൻ്റെ പടം, പേസ്റ്റിൻ്റെ പടം, ബക്കറ്റ്, സോപ്പ്, തോർത്ത്, ഗ്ലാസ്, പ്ലേറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അവർ ഓർത്തെടുക്കാനും അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും. ഇതുപോലെ തന്നെ നമുക്ക് രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ ഒരേ രീതിയിൽ എഴുതി കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന ഒരു പ്രക്രിയയല്ല. നിരന്തരമായ പരിശീലനം കൊണ്ട് മാത്രമേ ഓട്ടിസം കുട്ടികളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. അമ്മ എപ്പോഴും തന്നെ കുട്ടികളുടെ കൂടെ ഉണ്ടാവുകയും അവൻ്റെ പ്രവർത്തനത്തിൽ എപ്പോഴും ഒരു തുണയായി കൂടെ നിന്നുകൊണ്ട് അവനെ പ്രവർത്തിപ്പിച്ചെടുക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രധാനമായിട്ടും ഡെവലപ്മെന്റൽ തെറാപ്പി എന്ന് പറയും, വികാസ ചികിത്സ. അപ്പോൾ കുട്ടിക്ക് നേരത്തെ പറഞ്ഞതുപോലെ മുഖത്ത് നോക്കാൻ അറിഞ്ഞൂടാ, വിളിച്ചാൽ നോക്കാൻ അറിഞ്ഞൂടാ, വിളിച്ചാൽ അടുത്ത് വരാൻ അറിഞ്ഞൂടാ, അതേപോലെ ചിരിച്ചാൽ തിരിച്ച് ചിരിക്കുന്നില്ല, അതുപോലെ മറ്റുള്ളവരുമായി പ്രായത്തിനനുസൃതമായി ഇടപെടാൻ കഴിയുന്നില്ല, ഇൻ്ററാക്ഷൻ സ്കിൽസ് ഇല്ല, അതുപോലെ ചോദിച്ച ആശയം തിരിച്ച് പറയാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയ ശേഷിയില്ല. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള സംസാര ശേഷിയില്ല. അപ്പോൾ ഇൻ്ററാക്ഷൻ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സ്പീച്ച് സ്കിൽസ് ഒന്നും ഇല്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് ഡെവലപ്മെൻ്റൽ തെറാപ്പി എന്ന് പറയും. ഒരു വിശാലമായ അർത്ഥത്തിൽ സ്പീച്ച് തെറാപ്പിസ്റ്റും ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റും എല്ലാം കൂടി കുട്ടി പ്രവർത്തിക്കേണ്ട ഒരവസ്ഥയാണ്. ഇവിടെയും നമ്മൾ അമ്മയാണ് ഈ ഡെവലപ്മെൻ്റൽ തെറാപ്പിക്ക് വേണ്ടി അമ്മയെ പരിശീലിപ്പിക്കുക എന്നുള്ള തത്വം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടി, 5 വയസ്സുള്ള ഒരു കുട്ടി വന്നിരിക്കുന്നു, ക്ലാസിക്കൽ ഓട്ടിസമാണ്, ഇതുവരെ ഒരു ഫേസ് കോൺടാക്ട് പോലും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഫേസ് കോൺടാക്ട് വരുന്നതിന് വേണ്ടി നമുക്ക് കുട്ടിയെ അമ്മയും കൂടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പ്രധാനമായും ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ചില കേസുകളിൽ ചെയ്യുന്നത് അമ്മ ഇങ്ങനെ കുട്ടിയെ മുഖത്തോടൊപ്പം ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ കുട്ടി വിളിക്കുമ്പോൾ സാധാരണ രീതിയിൽ കുട്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. അപ്പോൾ ഫേസ് കോൺടാക്ട് വരാൻ വേണ്ടി നമുക്ക് പല പ്രവർത്തനങ്ങൾ അതാത് സാഹചര്യത്തിലുള്ള കുട്ടിയുടെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള പല പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫേസ് കോൺടാക്ട് ഇല്ലാത്ത ഒരു കുട്ടിയാണ്, അമ്മയാണ്, 5 വയസ്സുള്ള കുട്ടി, ഓട്ടിസമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശബ്ദം കേൾക്കുന്ന ഒരു കളിപ്പാട്ടം വാങ്ങാൻ പറയുന്നത്, ഞെക്കുമ്പോഴൊക്കെ ശബ്ദം കേൾക്കുന്ന ഒരു കളിപ്പാട്ടം. അമ്മ കുട്ടിയെ വിളിക്കുന്നു, കുട്ടി നോക്കുന്നില്ല. ഇനി അടുത്ത തവണ അമ്മ കുട്ടിയെ വിളിക്കുന്നതിനോടൊപ്പം തന്നെ മോനെ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു കുട്ടപ്പേര്, വിളിപ്പേരുണ്ടാവും. വിളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ അമ്മയുടെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ കളിപ്പാട്ടം ഒരു ഞെക്ക് വെച്ചു. അവർ സ്വാഭാവികമായിട്ട് ഈ ഞെക്കുന്ന കളിപ്പാട്ടം ശബ്ദം കേൾപ്പിക്കുമ്പോൾ ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, കളിപ്പാട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ട് കുട്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെ മുഖത്തേക്ക് നോക്കിയതിൻ്റെ ഒരു സന്തോഷ പ്രകടനം, അമ്മ കുട്ടിയുടെ കവളിൽ പിടിച്ച ഒരു സന്തോഷം, മോനെ ചക്കരയെന്ന് എന്തെങ്കിലും വിളിച്ചൊരു ഇത്തിരി ഒരു സ്നേഹപ്രകടനം നടത്തുന്നു. വീണ്ടും വിളിക്കുന്ന കൂട്ടത്തിൽ കളിപ്പാട്ടത്തിൽ ഇതിലൊരു ഞെക്ക്. അങ്ങനെ ഇത് നിരന്തരമായി കളി രൂപത്തിൽ ഇതെല്ലാം കളിയാണ്. കളി രൂപത്തിൽ ആവർത്തിക്കുന്നത് വഴി കുട്ടിക്ക് മുഖത്ത് നോക്കുന്നതിന് ഒരു ശീലം ഉണ്ടാവുകയും, മുഖത്ത് നോക്കുന്നത് നല്ല കാര്യമാണെന്നും അമ്മ അതിൽ സന്തോഷിക്കുന്നതായിട്ട് കുട്ടിക്ക് ഒരു പ്രൈസ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം കുട്ടിക്കുണ്ടാകുമ്പോൾ അങ്ങനെ മുഖത്ത് നോക്കുന്നതിനും. ഇതുപോലെ ഫേസ് കോൺടാക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങളുണ്ട്. ചില കേസുകളിൽ വേണമെങ്കിൽ നമുക്ക് അമ്മയുടെ മുഖത്ത് ഇത്തിരി പടം പോലെ കളർ വരച്ച് വയ്ക്കുന്നു, എന്നിട്ട് കുട്ടിയുടെ മുഖത്ത് വരച്ച് വയ്ക്കുന്നു, എന്നിട്ട് അമ്മ മുഖത്ത് കുട്ടിയെ മുഖത്ത് നോക്കി വിളിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മയുടെ മുഖത്ത് ഈ പടം വരച്ച് വെച്ചിരിക്കുന്നത്, പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കൗതുകത്തിൽ ചിലപ്പോൾ അമ്മയുടെ മുഖത്തേക്ക് ഈ കുട്ടി മോനെ നോക്കിയെന്നിരിക്കും. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റു ചില കുട്ടികളിൽ നമ്മളിങ്ങനെ കുട്ടിയെ അമ്മയുടെ ഫേസ് ടു ഫേസ് ഇരിക്കാനായിട്ട് അവരോട് പറഞ്ഞ് ശീലിപ്പിക്കുകയും കൂട്ടത്തിൽ ഈ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ചിട്ട് കുട്ടിയെ വിളിക്കുകയും, പേര് വിളിക്കുന്ന കൂട്ടത്തിൽ കുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ അപ്പുറത്തും കവളിലും 2 സൈഡിലും ഇങ്ങനെ വെറുതെ സോഫ്റ്റ് ആയിട്ട് വരയ്ക്കുകയും, പിന്നെയും വിളിക്കുകയും, പിന്നെയും വരയ്ക്കുകയും, പിന്നെയും വിളിക്കുക, അങ്ങനെ ഒരു പെയറിൻ്റെ രൂപത്തിൽ ചെയ്യുന്നതും ചിലപ്പം ചില കുട്ടികളിൽ ഫേസ് കോൺടാക്ട്. അപ്പോൾ ഓരോ കുട്ടിക്ക് ഏതാണോ യോഗ്യമായി വരുന്നതെന്ന് നോക്കിയിട്ട്, യോജിക്കുന്നത് നോക്കിയിട്ടായിരിക്കും ഫേസ് കോൺടാക്റ്റിനൊരു ഏത് മെത്തഡോളജി വേണമെന്നുള്ളത്, മാർഗം വേണമെന്നുള്ളത് സ്വീകരിക്കുന്നത്.
അച്ചു വേണ്ട അച്ചു വിളിച്ചിട്ട് വരും. അച്ചു ഇനി അച്ഛൻ അച്ചു അച്ചു എന്താ വേണോ ഇത്? ആ കണ്ടു ഇത് വേണോ? അതിന്റെ കളർ എന്താ നമുക്ക്? മറ്റൊരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടിക്ക് ശ്രദ്ധ വരുന്നതിനുള്ള ശേഷിക്ക് വേണ്ടി ചില പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റും. ശ്രദ്ധ വരുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ഈ അറ്റൻഷൻ എൻഹാൻസ്മെൻറ്റ്, അറ്റൻഷൻ ശ്രദ്ധാശേഷി വികസിപ്പിക്കും. അതുപോലെ തന്നെ കൂട്ടുപ്രവർത്തനം വികസിപ്പിക്കും, ഷെയർഡ് ആക്ടിവിറ്റി എന്ന് പറയും. മറ്റൊരു തരത്തിൽ ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്ന് പറയും. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം കുട്ടിക്കുള്ള ഈ കൂട്ടുപ്രവർത്തനം, കൂടിയിരുന്നുള്ള പ്രവർത്തനത്തിൽ കൂട്ടുചേർന്നുള്ള പ്രവർത്തനം, ഈ ഓട്ടിസമുള്ള കുട്ടികളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത അവർക്ക് സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് കൂട്ടുപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നത്. അപ്പോൾ കൂട്ടുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനും ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്നുള്ള ഒരു പ്രവർത്തനമാണ് പ്രധാന ചികിത്സാ പരിശീലനമായിട്ട് കുട്ടിക്ക് ഉപയോഗിക്കുന്നത്. ഇത് അറ്റൻഷൻ എൻഹാൻസ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് സഹായിക്കും, അതുപോലെ ബേസ് കോണ്ടാക്ട് ഉണ്ടാക്കുന്നതിന് സഹായിക്കും, അതുപോലെ സംസാരശേഷി വികസിക്കുന്നതിന് സഹായിക്കും, അതുപോലെ വികൃതി കുറയ്ക്കുന്നതിന് സഹായിക്കും. അങ്ങനെ പൊതുവിൽ അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അമ്മയും കുട്ടിയും കൂടെ ചേർന്നുള്ള ഒരു കളിപ്രവർത്തനം ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് ഷെയറിങ് ആക്ടിവിറ്റി, ഷെയർ ബിഹേവിയർ. അപ്പോൾ അത് കുട്ടിയുടെ അവസ്ഥ ഏതാണെന്നുള്ളത് നോക്കിയിട്ടായിരിക്കും. ചിലപ്പോൾ സീവിയർ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഇത് നടന്നില്ലെന്നിരിക്കും. ഏതായാലും ശരിയൊരു താരതമ്യേന ശരാശരി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിയുമായിട്ട് അമ്മ ചിലപ്പം ആ കുട്ടിയുടെ അവസ്ഥ നോക്കിയിട്ട്, വികാസ ഘട്ടത്തിൻ്റെ കുട്ടിയുടെയും അവസ്ഥ നോക്കിയിട്ട് ഒരു കുട്ടിക്ക് ഒരുപക്ഷെ ഒരു പടം കാണിച്ച് പടത്തിൻ്റെ പേര് പറഞ്ഞ് പടത്തിൻ്റെ ആക്ഷൻ കാണിച്ച്, പൂച്ചയുടെ പടം കാണിച്ച് പൂച്ചയുടെ കരയെന്നാണ് കേൾപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആനയുടെ പടം കാണിച്ച് ആന നടക്കുന്നതാണ് കണ്ടുകൊണ്ടുവന്ന് കേൾപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഈ ശബ്ദം കേൾപ്പിക്കലിലൂടെ, ആക്ഷൻ കാണിക്കലിലൂടെ ഒരുമിച്ചിരുന്നുള്ള കളിപ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ കുട്ടിയും അമ്മയും കൂടെ ചേർന്നിട്ടുള്ള ഈ ഷെയർഡ് ആക്ടിവിറ്റി വികസിപ്പിക്കുന്നതിലൂടെ കുട്ടിക്ക് ഈ ശ്രദ്ധാശേഷി വികസിക്കുന്നതിനും അതുപോലെ തന്നെ കൂട്ടുപ്രവർത്തനം നടത്തുന്നതിനും സംസാരശേഷി, ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതിനും സഹായിക്കും. അപ്പോൾ ഞങ്ങൾ സാധാരണ പല രീതിയിൽ ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഒരു 2-3 വയസ്സേ ഉള്ളൂ, ഓട്ടിസം ഡയഗ്നോസ് ചെയ്തു, വേറെ ഒരു ശേഷിയില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ അറ്റൻഷൻ എൻഹാൻസ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനും ഷെയർഡ് ആക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ സൈസിലുള്ള ആനിമൽസിൻ്റെയൊക്കെ പടങ്ങൾ, അമ്മയുടെ പടങ്ങൾ, കുട്ടിയുടെ പടങ്ങൾ, അമ്മയും കുട്ടികളുള്ള പടങ്ങളൊക്കെ മുറിയിൽ സെറ്റ് ചെയ്ത് ആ ഒരു മുറി സെറ്റ് ചെയ്ത് അതിന് ആ മുറിയെ പ്രേതരാതി റൂമാക്കി ഉപയോഗിക്കാനായിട്ട് അമ്മമാരെ പരിശീലിപ്പിച്ച് അവരെ വീട്ടിൽ പോയി അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും. മറ്റൊരവസരത്തിൽ കുറച്ചുകൂടി വികസിച്ചിട്ടുള്ള കുട്ടികളെ ചിലപ്പം നമ്മൾ ഈ കളിക്കുടുക്ക പോലെയുള്ള ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പടം കാണിച്ച് പേര് പറയാനായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു ക്വാളിറ്റി ടൈം സ്പെൻഡിങ്, ഷെയർഡ് ബിഹേവിയറായിട്ട്, അതുപോലെ അറ്റൻഷൻ എൻഹാൻസ്മെൻറ്റ് ടാസ്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പരമ്പരാഗതമായിട്ട് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ലേറ്റിൽ മുത്ത് കോർക്കുന്നത്, അല്ലെങ്കിൽ മുത്ത് എഴുതുന്നത്, അല്ലെങ്കിൽ അരിയും പയറും മിക്സ് ചെയ്ത് പറക്കുന്നത്, ഇങ്ങനെയുള്ള കളിപ്രവർത്തനങ്ങളും പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ മുത്ത് കോർക്കൽ, അരിയും പയറും പറക്കൽ പോലെയുള്ള പ്രവർത്തനങ്ങളിലുള്ള ഒരു കുഴപ്പം കുട്ടിക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ ബോറടിക്കുകയും മെക്കാനിക്കലായിട്ട് പ്രവർത്തനം തുടരുകയും അതുകൊണ്ട് ഏതെങ്കിലും ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയാതെ വരികയും. അപ്പോൾ അതുകൊണ്ട് ഈ പടങ്ങൾ കാണിച്ച് പേര് പറയുകയും പടം കാണിച്ച് ആക്ഷൻ കാണിക്കുകയും പടം കാണിച്ച് അതിൻ്റെ വിവരണം, ഇപ്പോൾ കരയുന്ന ഒരു കുട്ടി അയ്യോ കഷ്ടം, അല്ലെങ്കിൽ ചിരിക്കുന്ന കുട്ടി അമ്മ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ് ഓറിയൻ്റായിട്ടുള്ള വിവരണാത്മകമായ തരത്തിലുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡിങ്ങിലേക്ക് പോകുമ്പോൾ കുട്ടിയുടെ സംസാരശേഷിക്കും കുട്ടിയുടെ ശ്രദ്ധാശേഷിക്കും കുട്ടിയുടെ വികൃതി കുറയുന്നതിനൊക്കെ തന്നെ വലിയ തോതിൽ ഗുണകരമായി. അതാണ് ക്വാളിറ്റി ടൈം സ്പെൻഡിങ് അല്ലെങ്കിൽ ഷെയർഡ് ആക്ടിവിറ്റി. ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പഠന രീതിയാണ് നമ്മൾ സാധാരണ ഓട്ടിസം കുട്ടികൾ പ്രയോഗിക്കാറ്. അതായത് അവർക്ക് ചിത്രങ്ങൾ ഓർത്തിരിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്, എന്നാൽ അവർക്ക് അതിൻ്റെ അർത്ഥമോ ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിത്രങ്ങൾ കൊടുക്കുമ്പോൾ ഓരോ ചിത്രം മാത്രമേ ഒരു സമയം കൊടുക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് പഴം എഴുതുക, അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക, അതിൻ്റെ കൂടെ തന്നെ ശരിക്കുള്ളൊരു പഴവും കൂടി നമ്മൾ കാണിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കാരണം ഈ കുട്ടികൾക്ക് ആകൃതി, നിറം, വലിപ്പം ഇതിന് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു പന്തിൻ്റെ പടം കാണിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു പന്തിൻ്റെ പടം, പന്ത് എന്ന് എഴുതുക, അത് കുട്ടിക്ക് വ്യക്തമാക്കുക, അതിനുശേഷം ഒരു പന്ത് കൂടി കാണിക്കുക, എങ്കിൽ കുട്ടിക്ക് അതിൻ്റെ ആകൃതി, നിറം, വലിപ്പം എന്നിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ പടങ്ങളാണ് നമ്മൾ ഒരു സമയത്ത് കാണിക്കുന്നത്. ഉദാഹരണത്തിന് പഴം, തക്കാളി, തക്കാളിയുടെ പടം, താഴെ തക്കാളി എന്ന് എഴുതുക, കൂടെ ഒരു തക്കാളിയും കൂടി കാണിക്കുക.
അതുപോലെ തന്നെ എല്ലാം ഇതുപോലെ ഓരോരോ പടങ്ങളായിട്ടാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. പിന്നെ ഓട്ടിസം ഉള്ള കുട്ടികളിലാണെങ്കിൽ ഇപ്പോൾ അവരെ വീട്ടിലുള്ള ആൾക്കാർ, അത് അച്ഛൻ, അമ്മ, എല്ലാവരെയും തന്നെ തിരിച്ചറിയാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കുടുംബാംഗങ്ങളെ പോലും തിരിച്ചറിയാൻ വളരെ അധികം അവർ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുടുംബാംഗങ്ങളുടെ ഇതുപോലെ ഫോട്ടോയും പേരും വെച്ച് ഓരോ കുടുംബാംഗങ്ങളെയും അവർക്ക് പരിചയപ്പെടുത്തുക. എന്നാൽ മാത്രമേ അവർക്ക് ഓരോ കുടുംബാംഗം തമ്മിലുള്ള വ്യത്യാസം, ആരാണ് അച്ഛൻ, അമ്മ, അനിയൻ എന്നുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അമ്മയുണ്ട്, കുഞ്ഞുവാവയുണ്ട്. കുഞ്ഞുവാവ അമ്മയുടെ എവിടെ പോവാ? അമ്മയുടെ മുടിയുണ്ട്. മുടി അച്ഛൻ ഏത് ബസ്സിലാണ് സ്കൂളിൽ പോണേ? ഈ ബസ്സിലാണോ പോണേ? അച്ഛൻ ഏത് ബസ്സിലാണ് പോണേ? അച്ഛന് സ്കൂളിൽ പോണ ബസ്സിലുണ്ട്. അച്ഛൻ ബസ്സിലാണോ സ്കൂളിൽ പോണേ? അച്ഛന് നക്ഷത്രം വേണം. നക്ഷത്രം നക്ഷത്രം മൂങ്ങിയുണ്ട്. എത്ര മൂങ്ങിയാ നോക്കി? എന്തോരം നക്ഷത്രമാണോ നോക്കി? മൂന്നുണ്ടോ നോക്കി? അതെ, നക്ഷത്രത്തിന്റെ ഇടയ്ക്ക് മൂൺ കണ്ട മൂൺ. അച്ഛൻ കണ്ട മൂന്നിന് ഒരു കുതിരയുണ്ടോ? കുതിര കുതിരയിലേക്ക് പോണണ്ട. കുതിര രാജാവാണോ നോക്കി? കുതിരയുടെ പുറത്തിരിക്കാൻ ആരാ? കുതിരയുടെ പുറത്ത് രാജാവ് ഇരിക്കണോ? രാജാവിന് തൊപ്പിയുണ്ട്. രാജാവിന്റെ മുടിയുണ്ട്. രാജാവിന് തക്കാളിയാണോ നോക്കിയത്? തക്കാളിയുണ്ട്. ഇതെന്തുവാ ഇത്? ചക്ക ഉണ്ടോ? ചക്കയുണ്ട്. ചക്ക അച്ഛന് വേണോ? ചക്കയുണ്ട്. ബോള് വേണോ? ബോള് കണ്ടോ? നല്ല വട്ടത്തിരിക്കുന്ന ബോള്. ആരുടെ ബോളാ ഇത്? ആരുടെ ഈ ബോള് വേണേ? പട്ടി രാവിലെ പട്ടിയെ കണ്ടില്ലേ? പട്ടിയുടെ വാലുണ്ടോ? അച്ഛൻ പട്ടിയുടെ വാല് കണ്ട? വാലുണ്ട്. പട്ടിക്ക് നാക്കുണ്ടോ നോക്കി? നാക്ക് പട്ടിക്ക് എത്ര കാലുണ്ടെന്ന് നോക്കിയേ? പട്ടിക്ക് പല്ല്